മീന് സർക്കാർ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയാണ്. മീനുണ്ട്. ആ ശരി. മീൻ ഇല്ലെങ്കിൽ ഒന്ന് പറ്റിച്ചോട്ടോ. സാധനം കിട്ടുന്നുണ്ട് അല്ലേ? സാധനമുണ്ട്. ഷോപ്പും PWDയും കൂടി സംയുക്തായിട്ടേ മീനുണ്ട്. പക്ഷെ ഓല് പറ്റിച്ച മീനില്ലതില്ലേ ആളെ ഏതായാലും ഓട്ടാൻ പറ്റൂല ഇതിനെ. ഓട്ടോറിക്ഷ നമ്മളെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഓട്ടോറിക്ഷ എങ്ങനെ ഇതിൽ കൊണ്ടുപോവാ? അപ്പൊ അത് പറ്റൂലല്ലോ. ഉമ്മട്ടം തകർന്ന് ഇപ്പൊ ഇത് കഴിഞ്ഞൊരു ടാർട്ട റോഡാണ് ഇപ്പൊ ഇത് അല്ലേ? മീൻ കിട്ടോ? മീനുണ്ട്. മീനില്ലെങ്കിൽ ഇതേ കഴിഞ്ഞ പ്രാവശ്യം ടാർട്ട റോഡാണല്ലോ. അതിപ്പോ അതിന്റെ മേലെ തുപ്പലം കൊണ്ട് ഒട്ടിച്ചിട്ടല്ലേ? തുപ്പലം കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചിട ഈ പരിപാടിയായി. ശരി. അപ്പൊ പോന്നു. മീനിന്റെ നല്ല സാധനമാണ്. സർക്കാർ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയാണ്. ഫിഷറി ഷോപ്പും PWDയും കൂടി. ഇതിപ്പോ ആരോടെ പറയാ? ആരോടും പറയണ്ട. ഫിഷറി ഷോപ്പിനോട് പറയാം ഒന്നും കൂടി ഉഷാറാക്കാൻ. നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി റീലിടാൻ നടക്കുമ്പോൾ ഇങ്ങനെ തകർന്ന് കിടക്കുന്ന റോഡുകളുടെയും റീലിടുകയാണെങ്കിൽ ഉപകാരപ്പെടും. ജനങ്ങൾക്കറിയാലോ ഇന്ന ഏരിയയിൽ റോഡ് തകർന്ന് കിടക്കുകയാണ്, അപ്പോൾ ആ റോഡിലൂടെ വാഹനേറ്റ് പോവാൻ കഴിയുകയില്ല എന്ന്. ഇതും കൂടി നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി കണക്കിലെടുത്തിട്ട് നമ്മുടെ നാടുകളിലൂടെ പോകുന്ന റോഡുകളുടെ ശോചനീയ അവസ്ഥകളും നിങ്ങൾ റീലിടണം. എന്നെങ്കിലാണ് ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ വികസനങ്ങളും വികസന പദ്ധതികളും. ചില ഏരിയകളിൽ പണി കഴിഞ്ഞോടത്ത് പോയിട്ട് റീല് മാത്രം ഇടാതെ ഇങ്ങനെയുള്ള അവസ്ഥയിലും നിങ്ങൾ ഒരു റീലിടുന്നത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ ടാക്സ് കൊടുത്തിട്ടാണ് ഓരോരുത്തരും വാഹനം റോട്ടിലിറക്കുന്നത്. ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ് ഓരോരുത്തരുടെ വാഹനങ്ങൾ. ആ വാഹനങ്ങളാണ് ഇങ്ങനെയുള്ള റോഡുകളിലൂടെ പോകുമ്പോൾ നശിച്ച് നാറാണക്കല്ലെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള റോഡുകളും നിങ്ങൾ ഒരു റീലിടുന്നത് നല്ലതായിരിക്കും.